നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ സിറ്റിയിൽ? എന്ത് ബിസിനസ്സാ ചേക്കൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? നമുക്കൊരു ബസ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? ബസ് സ്റ്റാൻഡ് ആയിട്ടില്ലേ? ചേക്കൻ അങ്ങനെയൊന്നും ബസ് സ്റ്റാൻഡ് ബിസിനസ് നമുക്ക് കിട്ടില്ല. അതല്ല ഗവൺമെന്റ് മാത്രം യൂസ് ചെയ്യുന്ന. എടാ മണ്ട, അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ബസ് പ്രൈവറ്റ് ആയിട്ട് പുറത്തുനിന്ന് ഓടിച്ചത് ക്യാഷ് ഉണ്ടാക്കാനല്ലെന്ന് ഉദ്ദേശിച്ചത്. അത് നല്ല പരിപാടിയാ ചേക്കന്ന. പക്ഷെ നമുക്ക് ബസ്സില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാവയല്ലേ. നമ്മൾ പാവാണ്. നമുക്ക് ലോൺ ഇട്ട് ഒരു ബസ് മേടിക്കാനോ. ഞാൻ ഇന്നലെ തന്നെ ലോൺ അപ്ലൈ ചെയ്ത് ലോൺ പാസ്സായി ആയിരുന്നു. ഇതല്ലപ്പാ ചേക്കന്ന ലോണെല്ലാം പാസ്സാക്കിയത്. എനിക്കൊരു വണ്ടി മേടിച്ചാരായിരുന്നു. എടാ വണ്ടിയിൽ നമുക്ക് ഒരു ബസ് മേടിക്കാം, എന്നിട്ട് അത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം. ഞാൻ നല്ല ടയേർഡാ. നീ പോയിട്ട് ബസ് മേടിച്ചോ. നല്ല മഴ ചോർന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ചേക്കന്ന മഴ ചോർന്നിട്ട് ഞാൻ പോയിക്കോളൂ. നമ്മൾ SR മോട്ടോഴ്സ് പോയിട്ട് ഞാൻ ബസ് മേടിച്ചു. ചേക്കൻ കടന്നുറങ്ങിക്കോ. ആടാ ഓക്കെ. ചേക്കനെ അങ്ങനെ കടന്നൊരു ബസ് മേടിക്കാൻ പറഞ്ഞായിരുന്നു. ചേക്കനെ വേഗം പോയിട്ടൊരു ബസ് മേടിട്ട്. ഏത് ബസ്സാ മേടിക്കാം? KSRTC മോഡൽ ബസ് മേടി നമുക്ക് കുറെ ആൾക്കാർ ഇരുത്താൻ പറ്റും. നമ്മൾ SR മോട്ടോഴ്സിൽ പോവാം. എനിക്കിപ്പോ ലൈസൻസും കിട്ടി, ഓൾറെഡി ഒരു കാറും കിട്ടി. അതേപോലെ ഇപ്പൊ ചേക്കനെ കാർ ഓടിക്കാൻ തരുന്നുണ്ട്. ചേക്കൻ അങ്ങനെ വലിയ ഇഷ്ടം. നിങ്ങൾക്കറിയാവോ? അത് മാത്രം നിങ്ങൾ ആരും ചേക്കനെ സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കുന്ന ബെല്ലേക്കും സെറ്റ് ചെയ്യാൻ മറക്കരുതേ. ചേക്കനെല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ. വേഗം വണ്ടി എടുത്ത് നമ്മൾ SR മോട്ടോഴ്സിൽ പോയി ഒരു ബസ് മേടിക്കണം. എന്നിട്ട് വേണം ഈ നാട്ടുകാരെല്ലാം കയറ്റിയിട്ട് ബസ് ഓടിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ. ചേക്കന് നല്ല പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ബസ്സിൽ കയറണമേ. ബസ് ഡീലർഷിപ്പിൽ എത്തി. ഇവിടുന്ന് ഒരു ബസ് മേടിക്കണം. ബസ് ചേക്കാനെ വിളിച്ചോണ്ടിട്ട് ഇവിടുന്ന് ബസ് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. എന്താ ബസ്സിന് ടയർ അടിച്ചു പോയോ? ഇതാര ബസ്സിന്റെ ഓണർ DJ അലോക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായാൽ മതിയായിരുന്നു. DJ അലോക്ക് ഉണ്ട്. ഹലോ DJ അലോക്ക്, ഇവിടെ ബസ്സിന്റെ റേറ്റിൽ എങ്ങനെയാ വരുന്നത്? ഇതാരാ ഷിൻജാന? എന്തെല്ലാം കൊറേ ആയാലും കണ്ടിട്ട് നീ ലാസ്റ്റ് വണ്ടി മേടിച്ചു പോയിട്ട് വിവരമില്ലല്ലോ. അത് ഞാനിങ്ങനെ ചെറിയ പഠിത്തലായിട്ട് പോകുന്നതുകൊണ്ട് DJ അലോക്ക് കേട്ടാ. നിനക്ക് ഏത് ബസ്സാ വേണ്ട? 3 തരം ബസ് ഉണ്ട്. KSRTC മോഡലുണ്ട്, URK ബസ് ഉണ്ട്. അതേതാ URK ബസ്? DJ അലോക്ക് കേട്ടാ. വേറെ പ്രത്യേക ഒരു ബസ്സാ. ഇതെന്താ ബസ്സിൽ നിർത്തിയിട്ടുണ്ട്? ഒരു മിനിറ്റിനാന്ന് ജേക്കനെ വിളിക്കട്ടെ. ഹലോ ജേക്കന്ന, ഏത് രീതിയിലെ ബസ്സാ വേണ്ട? URKനോ ബസ് ഉണ്ട്, ഒരു KSRTC ബസ് ഉണ്ട് പോലും. നീ ഏതെങ്കിലും നോക്കിയിട്ട് ഏതെങ്കിലും ബസ് എടുത്തോ? നല്ലത് KSRTC ബസ്സാന്ന് തോന്നുന്നു. നീ അത് തന്നെ ബുക്ക് ചെയ്തോ. DJ അലോക്കില്ലേ, അവനെ വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ ജേക്കന്ന. കേട്ടാ ജേക്കന്ന പറഞ്ഞായിരുന്നില്ലേ ബസ് ഏതാണെന്ന്? ബസ് പറഞ്ഞത് ജേക്ക് പറഞ്ഞത് KSRTC. ഞാൻ തന്നെ ചെക്ക് ചെയ്തോ. ഓക്കെ എന്നാ ഞാൻ ബസ് നോക്കട്ടെ. നോക്കിക്കാതൊന്നും ഒരു പ്രശ്നമില്ല. നല്ല കാണാൻ നല്ല ചുങ്കുള്ള ബസ്. കുറെ ആൾക്കാർക്ക് ഇരിക്കാൻ. നമ്മൾ കുറെ ക്യാഷ് ലേൺ ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ബസ്സിൽ കയറണം. എന്നാ മാത്രം എനിക്ക് കുറെ ക്യാഷും എന്റെ ജേക്കന്നെ കുറെ കാശുകാരനാകാൻ പറ്റൂ. കാരണം നല്ല ചൊങ്കുട്ടി ബസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. എന്റെ ജേക്കനാനും ഇഷ്ടപ്പെട്ടു. നമ്മളതിന് കുറെ ബസ്സെല്ലാം മേടിക്കപ്പോ രക്ഷപ്പെട്ടു. ടീച്ചർ ഈ ബസ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് ടയറിന് ചെറിയ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചതിന് എഞ്ചിൻ പണി ആയതുകൊണ്ടാണ്. ഇവിടെ വണ്ടിക്ക് എഞ്ചിൻ പണിയൊന്നും ഉണ്ടാവില്ലടാ. ഫുൾ നീറ്റ് വണ്ടി. അത് മാത്രമേ ഉണ്ടാവൂ. അത് മാത്രമല്ല, നിങ്ങൾ ക്യാഷ് എങ്ങനെ സെൻഡ് ആവുന്നത്? ഗൂഗിൾ പേ ആണോ ക്യാഷ് ആണോ? ചേട്ടാ ഗൂഗിൾ പേ ജാക്കറ്റിന്റെ ഒന്ന് നമ്പർ വന്നായിരുന്നു. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓക്കെ. ഓക്കേടാ ഓക്കെ. അത് ഇഷ്യൂല്ല. നീ വണ്ടി എടുത്തൊന്ന് വിട്ടു. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാൻ മറന്നു പോകരുതേ, ഇല്ലെങ്കിൽ വലിയ ചൊറിയാവും. ഓക്കെ ടീച്ചറെ കൂടെ അതൊന്ന് പേടിക്കണം. ജാക്കറ്റിനെ കൂട്ടിക്കൊണ്ട് അതിലെ രജിസ്റ്റർ ചെയ്തോളൂ. അങ്ങനെ നമ്മൾ ഒരു ബസ് ഇറക്കി. ബസ് നമ്മൾ ഓടിച്ചപ്പോൾ കുറെ ക്യാഷ് ഉണ്ടാക്കും. അതുമാത്രല്ല ജാക്കറ്റിന് കുറെ കടമുണ്ട്. ബിസിനസ് പൊട്ടിക്ക് ഫുൾ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ട് എന്റെ വണ്ടി പോലും ജാക്കറ്റിനെ കൊടുത്തിട്ട് പണയം വെച്ചപ്പോ അത് നമ്മുടെ അടുത്തൊരു താറ് മാത്രം. നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സാധനങ്ങളൊന്നും മേടിച്ചിട്ടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുകൊണ്ട് ജാക്കറ്റിന്റെ കച്ചവടം നല്ല രീതിയിലുള്ള നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ വീടെത്തി ഈ ബസ്സൊന്ന് പാർക്ക് ചെയ്ത് നമ്മൾ ഒരു ബസ്സിൽ 2 ബസ്സാണ് മേടിച്ചിരിക്കുന്നത്. ഒരു ബസ് മാത്രമേ എനിക്കെടുത്ത് കൊണ്ടുവരാൻ പറ്റൂ. ഒന്ന് DJ അലോക്ക് ചേർത്ത് പാർസൽ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ 2 ബസ്സും വരുന്നതായിരിക്കും. നമ്മുടെ 2ാമത്തെ ബസ്സും വന്നു. 2 ബസ് കാണുമ്പോൾ തന്നെ നമ്മുടെ വീടിനൊരു ഐശ്വര്യം വന്നു. ജാക്കറ്റിന് നല്ല രീതിയിൽ സർപ്രൈസ് ആവും. രക്ഷപ്പെടുന്നതിന് 2 ബസ്സാണ് മേടിച്ചിരിക്കുന്നത്. ജാക്കറ്റിന് തന്നെ കലമ്പോ 2 ബസ് മേടിച്ചതിന് ഇല്ല. ജാക്കറ്റിന് അങ്ങനെ കലമ്പോവും ചെയ്യൂലെന്ന് തോന്നുന്നു. ജാക്കറ്റിന് 2 ബസ് മേടിച്ചായിരുന്നു. ഈ 2 ബസ് മേടിക്കരുത്, ഇത്ര ക്യാഷ്. അതല്ല, ഒരു ബസ്സിൽ ചെറിയ റേറ്റ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടത് മേടിച്ചതാ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഞാനങ്ങ് പേടിച്ചു പോയില്ലേ. തന്നെ ക്യാഷ് ഇല്ലാതെ ടൈമാണ്. ഈ 2 ബസ്സൊന്നും മേടിച്ചെന്നെ എന്നെ കളിയിപ്പിക്കല്ലേ. എല്ലാം ചേക്കണ്ട. നമുക്ക് 2 ബസ് നല്ല ലാഭത്തിലോടണം. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞായിരുന്നു DJ അലോക്ക് ചേട്ടൻ. അതൊന്നും ഒരു പ്രശ്നമില്ലാട്ടാ. നമുക്കിപ്പം തന്നെ പോകാം. നീ വണ്ടി കയറി. ഓക്കെ ചേക്കണം. ഇപ്പം തന്നെ വണ്ടി കയറാം. നമുക്ക് അവിടെ പോയി കുറെ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ആക്കാനുണ്ട് പോലും. അതൊന്നും ഒരു പ്രശ്നമില്ലടാ സിഞ്ചാനെ. കാരണം നമ്മൾ എവിടെ സ്റ്റാൻഡിൽ നമ്മൾ ബസ് ഓടാം. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. നീ വേഗം വണ്ടി കയറി. ചേക്കന്ന ഞാൻ വണ്ടി കയറി. ചേക്കന്ന വണ്ടി എടുത്തോ? വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ ഇവിടുന്ന് പോകട്ടെ. എന്നാൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നമുക്ക് ഈ വേൾഡ് മൊത്തം നമ്മളെ ബസ് ഓടി നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ചേക്കന്ന കുറെ ബസ്സിൽ നമുക്ക് ലാഭമെല്ലാം കിട്ടുമോ? അതെല്ലാം നമുക്ക് ലാഭമെല്ലാം കിട്ടണം. ഞാനൊക്കെ ഓടിക്കുന്ന ആളും നീ കിളിയുമായിട്ട് നിന്നാവുന്ന എനിക്ക് കണക്ക് കൂട്ടാൻ അറിയില്ലേ.
അതെന്നാ ചേക്കൻ അങ്ങനെ പറഞ്ഞ ഞാൻ ഡിഗ്രി സ്റ്റുഡന്റ്. അത് ഫസ്റ്റ് പറയാൻ പഠിക്കടാ ഷിൻജാനെ. എനിക്കതല്ല പറയാനുള്ളത്, ചേക്കൻ അങ്ങനെ പറയല്ല. ഓ നമ്മളെ പോലീസ് സ്റ്റേഷൻ എത്തി. നമ്മുടെ ഇൻസ്പെക്ടർ സിംഗം സാറുണ്ടാവും. സിംഗത്തിനോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കണേ ഷിൻജാനെ, അയാളൊരു ദേഷ്യക്കാരനാ. ആ ചേക്കാന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചോളും. ഹലോ സാറേ, നമ്മൾ ഇൻസ്പെക്ടർ സിംഗം സാറുണ്ടോ? സിംഗം സാറുണ്ട്. സിംഗ സാർ അത് വെയിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ മാത്രം സിംഗ സാറിനെ കാണാൻ പറ്റും. ഓക്കെ സാറേ. അതെന്നാ ചേക്കാന്നാ ശിങ്ക സാർ അത്രക്കും വലിയ പോലീസാണോ? എനിക്ക് സിംഗം സാറിനെ പറ്റി അറിയില്ലേ? പിടികെട്ടാപ്പുലികളെ പിടിച്ചു കൊണ്ടുവരുന്ന സിംഹമാണ് സിംഗം സാർ. ഓ അങ്ങനെയാണോ? ഞാനിതൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ പത്രങ്ങളൊന്നും വായിക്കാറില്ല. ഓ സിംഗം സാറെ വിളിക്കുന്നത് അങ്ങോട്ടേക്ക് പോ. ആ ഷിൻജാനെ, നമ്മളെ സിംഗം സാറെ വിളിക്കുന്നുണ്ട്, പോയി നോക്കാലോ. ജേക്കായ ഇൻസ്പെക്ടർ സിംഗം പുലിക്കുട്ടികളെയെല്ലാം പിടിച്ചു കൊണ്ടുവരുന്ന സിംഗമാണ് ഞാൻ. ഈ എന്റെ ഇവിടെ വന്നത് പറയൂ. സാറേ, ഞാൻ വന്നതെന്ന് വെച്ചാൽ എന്റെ പുതിയൊരു ബസ് എടുത്തായിരുന്നു, 2 ബസ്. അതിന്റെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വന്നതാ. ഓ അങ്ങനെയാണൊക്കെ പ്രശ്നമില്ല. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഗുണ്ടായിസ് പേരോടെല്ലാം കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങളെ ബസ് ഇവിടെ ഒന്ന് പോയി നോക്കട്ടത്. ഇതാ സാറേ നമ്മളെ ബസ്സും സാർ വെരിഫിക്കേഷൻ ചെയ്തോ? ആ ഓക്കെ, ബസ്സിൽ ഓക്കെ, വെരിഫിക്കേഷൻ ആണെങ്കിൽ അയച്ചോളും. ഷിൻജാനെ സാറിനോട് പറയാം. സാറേ ഹായ്, ഇതെന്റെ ഷിൻജാനാ. ആ ഷിൻജാനെ, നീയൊരു പൊന്നു കേസ് കുറിഞ്ഞൊരു വെരിഫിക്കേഷൻ കണ്ടായിരുന്നു. സാറേ അത് കള്ളക്കേസാ സാറേ. ഞാനൊന്നും ചെയ്തായിരുന്നു ഇതിനു മുമ്പിൽ. എന്നെ കള്ളക്കേസ് കുടിക്കല. ആ ഓക്കെ, ഈ ഒരു പ്രശ്നത്തിൽ പങ്കെടുക്കാൻ തന്നാ മതി. ഓ ബസ് എടുത്ത് വേഗം പോകാം. സിംഗം സാറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. ഷിൻജാനെ ഇനി എന്തോ ഭാഗ്യത്തിന് സിംഗം ഒരു കലിപ്പനാണ്. അതെന്നാ ചേട്ടാ അയാളെ സംസാരം എനിക്ക് ചിരി വരുന്നൊരു മണ്ടൻ എസ്തേനെ പോലെ ഫീൽ ചെയ്തു. ഭാഗ്യം നീ എവിടുന്ന് പറയാതെ, നിന്നെ പിടിച്ച് അടിച്ചാലും അങ്ങനത്തെ ഒരു മണ്ടനാന്ന് അയാള്. അയാളെ കാണുമ്പോൾ കുറച്ച് ഹൈപ്പിൽ അയാളെ ആക്കി വെച്ചാൽ മതി. ഓക്കെ ചേക്കനായിട്ട് ഞാൻ ഐഡിയ തന്നെ ചെയ്തു വെച്ചോളും. ഓ നമ്മളങ്ങനെ ബസ് വന്നു. നമുക്ക് ബസ് നാളെ മുതൽ ഓടിക്കാം. ഞാൻ ഇന്ന് രാത്രി നീ തന്നെ ബസ് എടുത്ത് പോകേണ്ട ഒരു അതിന്റെ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് നാളെ ചെറിയൊരു വെരിഫിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ 2ാമത്തെ ബസ്സിന്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. അത് പ്രശ്നമില്ല ചേക്കണ ഞാൻ നാളെ ഓടി സേഫായിട്ട് വണ്ടി കൊണ്ടുവന്നാലും. എനിക്ക് പേടിയാകും നിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ. നീ ഒരു മണ്ടൻ കളി കളിക്കുമോ? ഇല്ല ചേക്കൻ, ഞാൻ മന്നം കളിയിലും കളിക്കൂല. ചേക്കൻ എന്റെ വിശ്വാസം ഇല്ല. നിന്റെ വിശ്വാസം ഇല്ലായിട്ടല്ല, പുതിയ ബസ്സും ലോൺ എടുത്ത് വെച്ച ബസ്സും നീ അത് അടിച്ചിട്ടാറ്റം കളഞ്ഞില്ലെങ്കിൽ എന്നെ കത്തിപ്പോ. ഇല്ല ചേക്കനെ നശിപ്പിക്കുകയും ചെയ്യൂല. ചേക്കൻ ഞാൻ നല്ല വിശ്വാസമുണ്ട്. പുതിയ ബസ്സുകൾ എനിക്ക് ഓടിക്കാൻ തോന്നും. ഇന്നു മുതൽ ഞാൻ ഡ്രൈവർ ഷിൻജാനാണ്. ഓ ഡ്രൈവർ ഷിൻജാൻ, എല്ലാവരെയും ബസ്സിൽ കയറ്റിക്കൊണ്ടുപോകും ഞാൻ. ഓ വണ്ടി എടുത്ത് വേഗം പോകാം. കുറെ ആൾക്കാരിനേക്ക് കച്ചവടം കിട്ടണമായിരുന്നു. എന്നാൽ എനിക്കത് ജേക്കണിന് കുറെ ക്യാഷ് കൊണ്ടുപോകുമായിരുന്നു. ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രമേ ജേക്കണിന് കുറെ ക്യാഷ് കിട്ടും. കുറെ ആൾക്കാർ കാണാനും നോക്കുമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്കറിയാം. നിങ്ങൾ നമ്മളെ മുത്താണ്. വണ്ടി ഇട്ട്. ഹലോ ചേട്ടാ, വണ്ടി കയറുന്നോ? ഇത് മംഗലാപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അയ്യോ മോനെ, ഞാനിവിടെ നടന്നു പോയിക്കോളാം. എനിക്ക് ചെറിയ ദൂരത്തേക്കാ. എന്നാ ഓക്കെ ഏട്ടൊക്കെ മളന്ന് പോയിക്കോളും. ഓ ചില ആൾക്കാരുടെ ചിലരെ നടക്കാൻ പോലും കഴിയില്ല. ചെറിയ ടിക്കറ്റ് അവരെല്ലാം കയറ്റിപ്പോയാൽ മാത്രമേ കച്ചവടവും കിട്ടൂ. പക്ഷെ ബസ് റൂൾസിന് അത് എതിരല്ലേ. അതൊന്നും എതിരൊക്കെല്ലാം ചേക്കാൻ നമ്മ പോയിക്കോളും. എന്നൊരു പ്രശ്നമില്ലാവും. വണ്ടി ഓടിച്ചു. അയ്യോ ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ വണ്ടി ഇടിച്ചു. എന്നെ ചേക്കനായിരുന്നു കൊല്ലും. എന്റെ ചേക്കനെ പുതിയ വണ്ടി എന്നെ കൊണ്ട് ഇടിച്ചല്ല. അയ്യോ പോലീസെല്ലാം വന്നാലും എന്ത് ചെയ്യും? ഇപ്പൊ ചേക്കനെ വിളിക്കാനും പറ്റില്ല. ചേക്കൻ ഞാൻ തച്ചുകൊല്ലും. സാറിനോ വീട്ടിൽ സംസാരിച്ചു നോക്കിട്ട്. അയ്യോ സാറേ, സിംഗം സാറുണ്ടോ? സിംഗം സാർ വന്നിട്ടില്ല. ഇപ്പം വരും. നിന്നെ കൊല്ലും സിംഗം സാർ. സാറിന്റെ ഒന്നും അറിയാതൊന്നും പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്ക് സാറേ. നിന്നെ ആരോട് വണ്ടി ഇന്ന് 3-4 വണ്ടി ഇവിടെ ആക്സിഡന്റ് ആയി. എന്നെ ആരും കൊണ്ടൊക്കെ മാത്രമേ നിന്നെ വരൂ. നിന്നെ കൊല്ലുമെന്ന് സിംഗം സാർ. അതെന്തുവാടാ അവിടെ വണ്ടി കുറെ നിർത്തിവെച്ചിട്ട് കാണുന്ന അവിടെ നിന്ന് ഇഷ്യൂ ഉണ്ടായോ? ഓ നമ്മളെ പോലത്തെ ബസ്സും ഷിൻജാനിയും ഇവിടെ കാണുന്ന എന്തെങ്കിലും ഷിൻജാനെ നമുക്ക് കുരുത്തക്കിട്ട് ഒപ്പിച്ച് വെച്ചോ? നമ്മൾ സിംഗം സാറാണ്. എനിക്ക് വലിയ പേടിയില്ലോ. സിംഗം സാറും എവിടെ ഉണ്ടല്ലോ. ഹലോ സിംഗം സാറേ, എന്താ വിശേഷം? എന്തോ വിഷയം? നിന്റെ അനിയനെ കൊണ്ടൊരു ശല്യം തന്നെയാണല്ലോ. ബസ് പോയി അടിച്ച് നാട്ടുകാരെ കുറെ കുഴപ്പത്തിവാക്കിയിട്ട് എന്നോട് സുഖം ചോദിക്കുന്നാടോ നീ? സാറേ എങ്ങനെ എന്താ സംഭവം? നിന്റെ അനിയൻ പോയി ബസ് ഇവിടെ കയറ്റിക്കൊടുത്തേ. എന്തുവാ ഷിൻജാനെ ഞാൻ കേൾക്കുന്നത്? തേക്കാൻ അറിയാതും തട്ടിപ്പോയത്. എന്റെ അടുത്ത് ചെറുതായിട്ടും ബ്രേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പോയിട്ട് വണ്ടി ഒന്ന് അടിച്ചായിരുന്നു. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. വണ്ടി എവിടെ എന്നിട്ട്? വണ്ടി പോലീസ് സ്റ്റേഷനിൽ പോലീസ് കൊണ്ടുപോയി. നീ എന്തുവാ ഷിൻജാനെ കളിക്കുന്നത്? നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നില്ലേ സിംഗം സാറേ ഒന്ന് ക്ഷമിക്കൂലെന്നൊക്കെ. കൈക്കൂലിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നെന്റെ ഷിൻജാനെ വിടുമോ? ഷിൻജാനെ വിടുവാനോ? നിങ്ങൾ എല്ലാത്തിനും ഞാൻ ജയിലിൽ കയറ്റി അയ്യണിക്കുന്നതായിരിക്കും.